വാലൻസ് ബാൻഡ് തിയറി, അതായത് VBT ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് വളരെ വിശദമായിട്ട് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്, അതുവഴി ഉണ്ടാകുന്ന സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, അതിൻ്റെ ഡിഫറൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്തിനാണ് ഈ വാലൻസ് ബോണ്ട് തിയറി കൊണ്ടുവന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വാലൻസ് ബോണ്ട് തിയറിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം ഞാനൊരു എക്സാമ്പിൾ വഴി പറയാം. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ വാലൻസ് ബോണ്ട് തിയറിയുടെ പ്രശ്നം? നമ്മളത് എക്സാമ്പിൾ വെച്ച് പറയാണ്. ഫോർ എക്സാമ്പിൾ CH4, ഇതൊരു മോളിക്യൂളാണ്, മീഥെയിൻ്റെ മോളിക്യൂൾ അല്ലെ, മീഥെയിൻ. ഈ മീഥെയിൻ എ കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു 4 ഹൈഡ്രജൻ ആറ്റം. CH4ന്റെ ജിയോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ്, വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ഈ CH4ല് കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സെൻട്രൽ ആറ്റമായിട്ടുള്ള കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2. ബോക്സ് ടൈപ്പ് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം അല്ലെ. 2s 2 2p, അതായത് 2px 2py 2pz, ഇതിലൊന്ന് ഇതിലൊന്ന്. അപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 ഓർബിറ്റൽസ് അല്ലേ ഉള്ളൂ, കേൾക്ക് അല്ലെ. കാർബണിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ വാലൻസ് ബോണ്ട് തിയറി പ്രകാരം കാർബണ് 2 കോവാലന്റ് ബോണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തേ? വാലൻസ് ബോണ്ട് തിയറിയുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആണ് എ കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ് ആറ്റങ്ങളുടെ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെ പക്കലുള്ള ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? കോവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആവണം. അതായത് അയാൾക്ക് ഒരേ സമയം 2 കോവാലന്റ് ബോണ്ട് മാത്രമേ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാർബൺ ടെട്രാവാലന്റ് ആണ്. ടെട്രാവാലന്റ് ആണ് കാർബൺ. അദ്ദേഹത്തിന് 4 കോവാലന്റ് ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് VBT പ്രകാരം ഒരേ സമയത്ത് 2 കോവാലന്റ് ബോണ്ട് മാത്രമേ ഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രശ്നമായില്ലേ? അങ്ങനെയാണെങ്കിൽ CH4 ഉണ്ടാകാൻ പാടില്ല, CH2 ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ CH4 എന്നുള്ള മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കോവാലന്റ് ബോണ്ടഡ് ആണ്. 4 കോവാലന്റ് ബോണ്ട് ഹൈഡ്രജനുമായിട്ട് കാർബൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ സംഭവിച്ചത്? എന്താണ് ഈ കോൺഫിഗറേഷന് പ്രശ്നമുള്ളത് കൊണ്ടാണോ? അല്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ്, കേൾക്കണേ, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇതല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആക്ച്വലി ഇതല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ, ഈ കോൺഫിഗറേഷൻ ഉണ്ട്, നമ്മളിപ്പോ എഴുതിയിട്ടുള്ള കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, അതിന് പറഞ്ഞ പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഇത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്ത് പറഞ്ഞാൽ ഈ 2s ഉണ്ടല്ലോ, 2sലുള്ള 2 ഇലക്ട്രോണുകൾ, ഒരു ഇലക്ട്രോണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത്, അതായത് കാർബൺ മറ്റുള്ളവരുമായിട്ട് കോമ്പിനേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് കാർബണിന്റെ 2sലുള്ള ഒരു ഇലക്ട്രോൺ 2pzലോട്ട് ജമ്പ് ചെയ്യുന്നു. 2sലുള്ള ഒരു ഇലക്ട്രോൺ, 2 ഇലക്ട്രോണിൽ 2sലുള്ളതാണ്, 1sലുള്ളതല്ല. 2s 2p ആകുമ്പോൾ എനർജിയിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എനർജി രണ്ടാമത്തെ ഷെല്ലിൽ തന്നെയാണല്ലോ ഈ എസും പിയും.
അപ്പൊ എസിലുള്ള 2 ഇലക്ട്രോണിൽ ഒന്ന് 2p-Z ജമ്പ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരണം. 1s അല്ല 2s ഇലക്ട്രോണാണ്. അപ്പോൾ കോൺഫിഗറേഷൻ എന്താകും? 2s1 കേൾക്കണേ, 2p3 ആവൂലേ? 2px-ലൊന്ന്, 2py-ലൊന്ന്, 2pz-ലൊന്ന്. അങ്ങനെ നോക്കുമ്പോൾ കാർബണിന്റെ ലാസ്റ്റ് ഷെല്ലിൽ, അതായത് രണ്ടാമത്തെ ഷെല്ലില്, വാലൻസ് ഷെല്ലിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 4 ഓർബിറ്റൽസ് ആയി. ഓക്കെ, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 4 ഓർബിറ്റൽസ് വന്നു. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഈ 4 ഓർബിറ്റലുകൾ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 1s ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ 4 CH ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. അപ്പൊ ഹൈഡ്രജന്റെ അല്ല കാർബണിന്റെ ടെട്രാ വാലൻസി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലിയർ ആയില്ലേ? ഓക്കെ, എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഈസ് 1s to 2s to 2p2 ഡ്യൂറിംഗ് ദി കോമ്പിനേഷൻ വിത്ത് അതർ ആറ്റംസ്. എന്താ സംഭവിക്കുന്നത്? one of the electron from 2s orbital is excited to 2p orbital. Then there are 4 half-filled orbitals are present in the valence shell of carbon. Okay, അങ്ങനെയാണ് കാർബണിന്റെ വാലൻസി 4 ആവുന്നത്. അങ്ങനെ കാർബൺ 4 കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. അപ്പൊ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. കുഴപ്പമൊന്നും ഉണ്ടോ? VBTക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. VBTക്ക് പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ല അവിടെ 2 എന്താ പറയാ, പിന്നെ കാർബണിന്റെ വാലൻസി ഇവിടെ 2 ആവുന്നത്. ഓക്കെ, അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷേ അപ്പോഴും 2 പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ബാക്കിയാകും. ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും 2 പ്രശ്നങ്ങൾ അപ്പോഴും ബാക്കിയാകും. എന്തെന്നറിയാവോ? ആ 2 പറഞ്ഞ ശേഷം ആ പ്രശ്നം പരിഹരിച്ചത് എങ്ങനെയെന്ന് പറയാം. അതാണ് ആക്ച്വലി നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഈ കാർബണിന്റെ കയ്യിലുള്ള 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? 1 2px, 2 2py, 3 2pz, 4 2s. ഒരു 2s ഓർബിറ്റൽ, 2px ഓർബിറ്റൽ, 2py ഓർബിറ്റൽ, 2pz ഓർബിറ്റൽ, ഇങ്ങനെ 4 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? VBT പ്രകാരം ഓരോ ഹൈഡ്രജന്റെയും 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യണം. നോക്കേ, കാർബണിന്റെ 2s ഹൈഡ്രജന്റെ 1sമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടായി. ഏതെല്ലാം? കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്. ഇത് കാർബണിന്റെ 2s, ഇത് ഹൈഡ്രജന്റെ 1s ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ CH സിംഗിൾ ബോണ്ട് ഉണ്ടായി. ഓക്കെ, ഇനി കാർബണിന്റെ 2p ഹൈഡ്രജന്റെ 1sമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ CH ബോണ്ട് ഉണ്ടാവും. ഇനി കാർബണിന്റെ 2py ഹൈഡ്രജന്റെ 1sമായിട്ട് ഓവർലാപ്പ് ചെയ്യും. മൂന്നാമത്തെ CH ബോണ്ട് ഉണ്ടാവും. കാർബണിന്റെ 2pz ഹൈഡ്രജന്റെ 1sമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ നാലാമത്തെ CH ബോണ്ട് ഉണ്ടാവും. അങ്ങനെ കാർബണിന് 4 CH സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്തു. എല്ലാം സിഗ്മ ബോണ്ടാണ്. എന്തുകൊണ്ട്? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ കാർബൺ CH4 മോളിക്യൂൾ ഫോം ചെയ്യുന്നു. 4 ബോണ്ടുകൾ ഇങ്ങനെ ഫോം, എന്താ പറയാ, ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് വഴി 4 ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഇതിലേക്ക് സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഇതിൽ 4 CH ബോണ്ടുകളും ഒരേപോലെയാണോ? അല്ല, ഈ 3 ഒരേപോലെ ആയിരിക്കും. അതായത് ഈ 3 ബോണ്ടുകളുടെ ലെങ്ത് ഒരുപോലെ ആയിരിക്കും. അതിനേക്കാൾ കുറവായിരിക്കും ഈ ബോണ്ടിന്റെ ലെങ്ത്. VBT പ്രകാരം കേൾക്കണേ, VBT പ്രകാരം ഈ രീതിയിൽ ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ, കേൾക്കണം, VBT പ്രകാരം കാർബണിന്റെ കയ്യിലുള്ള ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളുമായിട്ട് ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന 4 കോവാലന്റ് ബോണ്ടുകളിൽ 3 ലെങ്ത് ഒരുപോലെ ആയിരിക്കണം, 1 ലെങ്ത് അതിനേക്കാൾ കുറവായിരിക്കണം. ആവണ്ടേ? അതായത് കാർബണിന്റെ 4 ബോണ്ട് ഉണ്ടല്ലോ, കാർബൺ അല്ല CH4 4 ബോണ്ട് ഉണ്ടല്ലോ, CH4 4 ബോണ്ട്, H H H, ഈ 4 ബോണ്ടുകൾ, അതിൽ 3 ബോണ്ടുകൾ 3 സിഗ്മ ബോണ്ടുകൾ, അത് ഈ 3 ആണെന്ന് വിചാരിക്കാം. ഈ 3 ബോണ്ടുകൾ ഒരേപോലുള്ളതും അതിനേക്കാൾ കുറച്ച് ലെങ്ത് കുറവായിരിക്കണം ഈ ബോണ്ടിന്റെ ലെങ്ത്. അങ്ങനെ ആയിരിക്കണം. ഈ രീതിക്കാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. പക്ഷേ CH4 എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ CH4 4 ബോണ്ടിന്റെയും ലെങ്ത് ഒരേപോലെയാണ് എന്ന് കണ്ടു.
CH4 എന്നുള്ള മോളിക്യൂളിലുള്ള 4 കോവാലന്റ് ബോണ്ടുകളുടെയും ലെങ്ത് ഒരുപോലെയാണ്. പക്ഷെ ഈ രീതിയിലാണ് കോമ്പിനേഷൻ സംഭവിച്ചെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ 4 ഒരുപോലെയായി. 4 ഒരുപോലെയാണ് എങ്കിൽ ഇങ്ങനെയല്ല ഓവർലാപ്പിംഗ് നടന്നത്. ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എക്സൈറ്റേഷന് ശേഷമുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടന്നതിന് ശേഷമുള്ള ഈ 4 ഹാഫ് ഫീൽഡ് ഓർബിറ്റലുകളുമായിട്ടല്ല ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തത്. ആയിരുന്നു എങ്കിൽ ഈ പറയപ്പെട്ട 3 എണ്ണത്തിന് ഒരേ ലെങ്ത്തും വേറൊന്നിനെയും വ്യത്യസ്തമായ ലെങ്ത്തും വേണമായിരുന്നു. അങ്ങനെ ഇല്ല. അപ്പൊ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തോ എന്ന് പറഞ്ഞാല് ഈ 4 എണ്ണമായിട്ടല്ല ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ പ്രശ്നം അതാണ് ഒന്നാമത്തെ പ്രശ്നം. 2 നേരെ കേൾക്കണം. 2 അതായത് കാർബണിലെ CH4 4 ബോണ്ടുകളുടെ ലെങ്ത് ഒരുപോലെയാണ്. അത് എങ്ങനെ വന്നു? ഇനി വേറൊന്ന്, എക്സൈറ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എക്സൈറ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഹയർ എനർജി സ്റ്റേറ്റ് ആണ്. ആ മുകളിലോട്ട് പോയ ആള് തീർച്ചയായും വീണ്ടും താഴോട്ട് തിരിച്ചു വരും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ വീണ്ടും കാർബണിന്റെ വാലൻസി 2 ആയിട്ട് മാറും. അങ്ങനെയും സംഭവിക്കുന്നില്ല. കാർബണിന്റെ വാലൻസി എപ്പോഴും 4 തന്നെയാണ്. അപ്പൊ എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ കോൺസെപ്റ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. കെമിസ്ട്രി പഠിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടത് ഹൈബ്രിഡൈസേഷൻ. എന്തിനറിയാമോ? നേരെ കേൾക്കണം. എക്സൈറ്റേഷൻ എന്നുള്ള പരിപാടിയാണ് നടക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്. കാർബണിലല്ല, എല്ലാത്തിലും ആറ്റങ്ങൾ ഓവർലാപ്പ്. സെൻട്രൽ ആറ്റത്തിന്റെ ഓർബിറ്റലുകൾ മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് ഓവർലാപ്പിംഗിൽ ഏർപ്പെടുന്നതിന് മുമ്പ്, അവിടെ എക്സൈറ്റേഷൻ ഉള്ള പരിപാടി നടക്കുന്നുണ്ട്. ഞാനിപ്പോ കാർബണിന്റെ എക്സാമ്പിൾ മാത്രം പറഞ്ഞത്. കാർബണിലെ എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്. എക്സൈറ്റേഷൻ നടന്നതിന് ശേഷമുള്ള ഈ ഓർബിറ്റലുമായിട്ടല്ല, അതായത് 2s 2px 2py 2pz ഇവരുമായിട്ടല്ല ആക്ച്വലി ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തത്. ഇതുമായിട്ടല്ല. പിന്നെ എന്തെന്നറിയാവോ? ആ ഓവർലാപ്പിംഗ് നടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു സംഭവം നടന്നു. ആ സംഭവത്തിന്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. എന്തെന്നറിയാവോ? ഈ പറയപ്പെട്ട 4 ഓർബിറ്റലുകൾ പരസ്പരം മിക്സ് ചെയ്യപ്പെട്ടു. ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഏതെല്ലാം? ഒരു 2s ഓർബിറ്റൽ, 2s ഓർബിറ്റൽ, 3 2p ഓർബിറ്റൽസ്. ഒരു 2s ഓർബിറ്റലും 3 2p ഓർബിറ്റലുകളും പരസ്പരം മിക്സ് ചെയ്യപ്പെട്ടു. മിക്സ് ചെയ്തിട്ട് എന്തുണ്ടായതറിയാവോ? പുതിയ ഓർബിറ്റലുകൾ ജന്മം കൊണ്ടു ഉണ്ടായി. എത്രയറിയാവോ? 4 പുതിയത്. എത്ര മിക്സായി? 1 2 3 4. ഈ 4 എണ്ണം മിക്സ് ചെയ്യപ്പെട്ടിട്ട് പുതിയ 4 ഓർബിറ്റലുകൾ ഫോം ചെയ്തു. ആ 4 എണ്ണത്തിന് കാണുമ്പോൾ നോക്കിയപ്പോൾ 4 എണ്ണത്തിനും ഒരേ ഷേപ്പിലുള്ള ഒരേ സൈസിലുള്ള ഒരേ എനർജിയുള്ള 4 ഓർബിറ്റലുകൾ. ഈ 2s 2px 2py 2pz മിക്സ് ചെയ്യപ്പെട്ടിട്ട് പുതിയ 4 ഓർബിറ്റലുകൾ ഫോം ചെയ്തു. ആ 4 എണ്ണത്തിന് ഒരേ ഷേപ്പാണ്, ഒരേ സൈസാണ്, ഒരേ എനർജിയാണ്. അങ്ങനെയുണ്ടായ 4 ഓർബിറ്റലുകളുമായിട്ടാണ് നേരെ കേൾക്കണം. അങ്ങനെയുണ്ടായ പുതിയ 4 ഓർബിറ്റലുകൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതാ. അങ്ങനെയുണ്ടായ 4 പുതിയ ഓർബിറ്റലുകൾ, പേരും കിട്ടും, അതിനെല്ലാം ഓരോ പേരുണ്ട്, ഞാൻ പറയും. അങ്ങനെ ഈ 4 എണ്ണം മിക്സ് ചെയ്യപ്പെട്ടിട്ട് പുതിയ 4 ഓർബിറ്റലുകൾ ഉണ്ടായി. 4 എണ്ണത്തിന് ഒരേ സൈസ്, ഒരേ ഷേപ്പ്, ഒരേ എനർജി ഒരേപോലെ ആയതുകൊണ്ട് കേൾക്കണേ, ഈ 4 എണ്ണത്തിലാണ് ഈ 4 ഇലക്ട്രോണിനൊക്കെ പോയി ചെയ്യുക.
എനർജി ഒരേപോലെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയ ഇലക്ട്രോൺ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരൂല. എനർജി ഒരേപോലെയാണ്. അപ്പൊ എപ്പോഴും കാർബണിന്റെ ബാലൻസ് 4 ആയിട്ട് തന്നെ നിൽക്കും. 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്, 4 ഓർബിറ്റൽസിനും ഇലക്ട്രോണുകളുടെ എണ്ണം ഹാഫ് ആയിരിക്കും. ഓരോ ഇലക്ട്രോൺ മാത്രമേ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാകുള്ളൂ. ഓക്കെ, ഈ 4 ആൾ ഒരേപോലത്തതാണ്, ഒരേപോലുള്ള 4 എണ്ണമാണ്. ഈ ഒരേപോലുള്ള 4 ഓർബിറ്റലുകളുമായിട്ടാണ് ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലുള്ള 4 ബോണ്ട് ഉണ്ടാകും. അങ്ങനെയാണ് കാർബൺ CH പോലെ 4 ബോണ്ടും ബോണ്ടിന്റെ ലെങ്ത് ഒരുപോലെയായത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പൊ എന്താണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോൺസെപ്റ്റിന്റെ പേരെന്താണ്? ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഇനി നമുക്കത് പറയാം. It is the phenomenon of, കേൾക്കണേ, it is the phenomenon of mixing of, it is the phenomenon of mixing of atomic orbitals. Okay, കേട്ടോ? It is the phenomenon of mixing of atomic orbitals. Mixing of atomic orbitals. എങ്ങനെയുള്ള atomic orbitals? Having slightly difference in energy. Okay, എനർജിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് 2s ഉം 2pയും ഇന്റർമിക്സ് ചെയ്യും. 1s ഉം 2pയും മിക്സ് ചെയ്യില്ല. 1s ഉം 2s ഉം മിക്സ് ചെയ്യില്ല. കാരണം 1നേക്കാൾ എനർജി ഒരുപാട് കൂടുതലാണ് 2sന്. ഓക്കെ, അപ്പൊ 2s 2pയും ഒരേ ഷെല്ലിലുള്ളവരാണ്, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ എനർജിയിൽ. ഓക്കെ, അപ്പൊ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറൻസ് ഇൻ എനർജി. ഓക്കെ, എനർജിയിൽ ചെറിയ വ്യത്യാസമുള്ള ഓർബിറ്റലുകൾ. സ്ലൈറ്റ്ലി ഡിഫറൻസ് ഇൻ എനർജി. ഡിഫറൻസ് ഇൻ എനർജി. Okay, it is the phenomenon of mixing of atomic orbitals of slightly difference in energy to form. എന്നിട്ട് എന്താകുന്നു? എനർജി വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസമുള്ള ഓർബിറ്റലുകൾ മിക്സ് ചെയ്യുന്ന പ്രോസസ്. എന്നിട്ട് എന്തുണ്ടാകും? to form new set of orbitals. പുതിയ സെറ്റ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. new set of orbitals. എന്താ പ്രത്യേകത? ആ പുതിയ സെറ്റിന്റെ പ്രത്യേകത എന്താ? ഹാവിങ് ഇക്വിവാലന്റ് എനർജി. ഇക്വിവാലന്റ് എനർജി, ഒരേ എനർജി. ഇക്വിവാലന്റ് എനർജി ആൻഡ് ഐഡന്റിക്കൽ ഷേപ്പ് ആൻഡ് സൈസ്. ഐഡന്റിക്കൽ, ഒരേപോലുള്ള സൈസ്, ഐഡന്റിക്കൽ ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ, എന്ത് സിമ്പിളാണ്, എന്ത് സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. ഒന്ന് പറ. It is the phenomenon of mixing of atomic orbitals. Atomic orbitals ന്റെ മിക്സിംഗ് ആണ്. ഓക്കെ, of slightly difference in energy to form a new set of orbitals having equivalent energy and identical shape and size. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന പുതിയ ഓർബിറ്റലുകൾ ഉണ്ടല്ലോ, അതിനൊരു പേരുണ്ട്. ഈ മിക്സ് ചെയ്യപ്പെട്ട ഓർബിറ്റൽസിന്റെ പേരെന്താ? അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്ന പുതിയ ഓർബിറ്റൽസിന്റെ പേര് നിന്നറിയാവോ? ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഹൈബ്രിഡ് ഓർബിറ്റൽസ്, സങ്കര ഇനം ഓർബിറ്റലുകൾ. സങ്കര ഇനം ഓർബിറ്റലുകൾ, ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താണെന്ന് മനസ്സിലായി. എന്തിനാണ് ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഒരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതുണ്ടല്ലോ, ഈ ഹൈബ്രിഡൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ നമുക്ക് പറയാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ? ഒന്ന്, ഹൈബ്രിഡൈസേഷന്റെ ഒന്നാമത്തെ പ്രത്യേകത പരീക്ഷയ്ക്ക് ചോദിക്കുട്ടോ. What is hybridization? And give any 2 characteristics of hybridization. ഒന്ന്, ഈ അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകും. അതിന്റെ പേരെന്താ? ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഈ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എണ്ണം എത്രയെന്ന് അറിയാവോ?
എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണ് മിക്സ് ചെയ്യപ്പെട്ടത് അത്രയും എണ്ണം. ഓക്കെ, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് മിക്സ് ചെയ്യപ്പെടുന്നുണ്ടോ അത്രയും എണ്ണം. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കേസാണിത്. നമുക്ക് കുറെ പറയാനുണ്ട്, 2-3 ക്ലാസ്സിൽ പറയേണ്ടതുണ്ട് കേട്ടോ. ഒന്ന്, number of hybrid orbitals formed is equal to the number of atomic orbitals get hybridized. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത് എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ അത്രയും എണ്ണം. ഇപ്പൊ നേരത്തെ ഒരു എസും ഇത് 1s ആയിട്ട് 1s എങ്ങനെയാ പറയുന്നത്? ഒരു എസ് ഓർബിറ്റൽ 1s ഓർബിറ്റൽ എന്നല്ല, ഒന്നാമത്തെ ഷെല്ലിൽ എസ് ഓർബിറ്റൽ എന്നല്ല, അത് ഏത് ഷെല്ലിലാണ്? 1s ഓർബിറ്റൽ ആൻഡ് 2p orbitals, 3p orbitals. Okay, 1s orbital 3p orbital, ഒരു s 3p ആണ് മിക്സിംഗിൽ ഏർപ്പെട്ടത്. അപ്പൊ പുതിയ 4 ഓർബിറ്റൽസ് ഉണ്ടായി. കണ്ട, 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. നമ്മൾ അതിന് പറഞ്ഞ പേരാണ് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓരോന്നിന്റെ പേരാണ് ഇതിന്റെ പേര്. ഇതൊരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്, sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഒരു s 3p കമ്പൈൻ ചെയ്താൽ 4 പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓരോന്നിന്റെയും പേര് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇനി ഒരു s കേൾക്കണം, ഒരു s 2p കമ്പൈൻ ചെയ്തെന്ന് വിചാരിക്കാം. ഒരു s 2p, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും? പുതിയതായിട്ട് എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാകും. അതിൽ ഓരോന്നിന്റെയും പേരാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. അതേസമയം ഒരു എസും ഒരു പിയും കമ്പൈൻ ചെയ്താൽ പുതിയ എത്ര എണ്ണം ഉണ്ടാകും? 2 എണ്ണം ഉണ്ടാകും. എന്തായിരിക്കും പേര്? sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഇനി ഒരു എസും 3 പിയും ഒരു ഡിയും കമ്പൈൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തു? 1, 4, 5 അല്ലെ? അപ്പൊ 5 പുതിയ ഓർബിറ്റൽസ് ഉണ്ടാകും. പേര് പറ, ഏതെല്ലാം? sp3d ഓർബിറ്റൽസ്, ഹൈബ്രിഡ് ഓർബിറ്റൽസ്. പേര് കൊടുക്കുന്ന എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, number of hybrid orbitals formed is equal to the number of atomic orbitals undergo hybridization. ഇനി രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഈ ഡെഫിനിഷനിൽ ഉള്ളത് തന്നെ, ഉണ്ടാകുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം ഒരേപോലെ ഉണ്ടാകും. ഒരേ സൈസ്, ഒരേ ഷേപ്പ്, ഒരേ എനർജി. ഓക്കെ, നമ്പർ ഓഫ് hybrid orbitals are always identical in shape and size and equivalent in energy. അപ്പൊ ഇവിടെ എത്ര എണ്ണം? ഞാൻ നേരത്തെ പറഞ്ഞില്ല എത്ര എണ്ണം ഉണ്ടായി? 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഇല്ലേ? 4 കാണാൻ ഒരേപോലെ, 4ന്റെ സൈസ് ഒരേപോലെ, 4ന്റെ എനർജി ഒരേപോലെ. ഇപ്പൊ സാധാരണ ബയോളജിയിൽ പറഞ്ഞില്ലേ, വ്യത്യസ്ത ഇനം പശുക്കളെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുതിയ വസ്തുക്കൾ, പുതിയ പശു, സങ്കര ഇനം പശുക്കൾ എല്ലാത്തിനും ഒരേപോലുള്ള സൈസ്, ഒരേപോലുള്ള ഗുണങ്ങളാണ്. സൈസ് എന്നല്ല, ഒരേപോലുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നതിനെല്ലാം ഒരേപോലെയുള്ള ഗുണങ്ങളാണ്. ഓക്കെ അല്ലെ? അതേപോലെ സസ്യങ്ങളുടെ കേസിലും ബ്രീഡ് ചെയ്യിപ്പിച്ച് കിട്ടുന്ന പുതിയ സ്പ്രിങ്ങുകൾ എല്ലാത്തിനും ഒരേപോലുള്ള ഗുണങ്ങളാണ്. അതേപോലെ തന്നെയാണ് സാധാരണ അറ്റോമിക് ഓർബിറ്റുകള് നമ്മൾ എന്താക്കുന്നു? ഹൈബ്രിഡൈസേഷനിൽ, മിക്സിംഗിൽ ഏർപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന പുതിയ ഓർബിറ്റൽ കുഞ്ഞുങ്ങൾ, പുതിയ ഓർബിറ്റലുകൾ, അവരെല്ലാം കാണാൻ ഒരേപോലെ, സൈസ് ഒരേപോലെ, എനർജി ഒരേപോലെ, അതായത് ഗുണങ്ങളിൽ ഒരേപോലെ
ഓക്കെ. മൂന്നാമത്തത്, അപ്പൊ ഇതിന്റെ എല്ലാം സൈസ് ഒരേപോലെയാണ്, ഷേപ്പ് ഒരേപോലെയാണ്, എനർജി ഒരേപോലെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഒരേപോലെ അല്ലാത്ത ഒന്നുണ്ട്. എന്തെന്നറിയോ? അതിന്റെ ഓറിയന്റേഷൻ വ്യത്യസ്തമായിരിക്കും, ഡയറക്ഷൻ വ്യത്യസ്തമായിരിക്കും. 4 ഉണ്ടെങ്കിൽ 4 ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. 4 ഉണ്ടെങ്കിൽ 4 ഡയറക്ഷനിലേക്ക് തിരിയും. അതിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേക ജോമെട്രിക് ഫാഷനിലാണ് അറേഞ്ച് ചെയ്യപ്പെടുക. ഈ 4 ഉണ്ടായാൽ അത് അറേഞ്ച് ചെയ്യപ്പെടുന്നത് ടെട്രാഹെഡ്രൽ പാറ്റേണിലായിരിക്കും. 3 ഉണ്ട് എങ്കിൽ അത് ട്രൈഗണൽ പ്ലാനാർ പാറ്റേണിലായിരിക്കും. 2 ഉണ്ടെങ്കിൽ അത് ലീനിയർ പാറ്റേണിലായിരിക്കും. 5 ഉണ്ടെങ്കിൽ അത് ട്രൈഗണൽ ബൈപിരമിഡൽ പാറ്റേണിലായിരിക്കും. അതായത് ഹൈബ്രിഡൈസേഷന്റെ ഏത് ടൈപ്പിലുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് അറിഞ്ഞാൽ ആ മോളിക്യൂളിന്റെ ജോമെട്രി പറയാം. ഒരു മോളിക്യൂളിലുള്ള സെൻട്രൽ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ, sp3 ഹൈബ്രിഡൈസേഷനിലാണെങ്കിൽ ആ മോളിക്യൂൾ നിസ്സംശയം പറയാം ടെട്രാഹെഡ്രൽ ആണ്. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് എന്നറിഞ്ഞാൽ നിസ്സംശയം പറയാം ആ മോളിക്യൂള് ട്രൈഗണൽ പ്ലാനാർ ജോമെട്രിയിലാണ്. സോ ടൈപ്പ് ഓഫ് hybridization gives the geometry of the molecule. Why the hybrid orbitals are arranged in definite geometric fashion. Therefore the type of hybridization gives the geometry of the molecule. Okay, type of hybridization gives the geometry of the molecule. Okay, geometry of molecule. ഇനി നാലാമത്തത്, നമ്മൾ പണ്ട് ബയോളജിയിലെല്ലാം പഠന സമയത്ത് 2 വ്യത്യസ്ത ഇനങ്ങളെ ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ ഉണ്ടാവുന്ന പുതിയ സങ്കര ഇനത്തിന് ആ ബ്രീഡ് ചെയ്യിപ്പിച്ച 2 എണ്ണത്തിന് ഇല്ലാത്ത ഗുണങ്ങൾ, പുതിയ ഗുണങ്ങൾ നമുക്ക് കിട്ടും. പശുക്കളെ ആണെങ്കിൽ കൂടുതൽ പാലുൽപാദിപ്പിക്കുന്നു, കൂടുതൽ രോഗപ്രതിരോധ ശേഷി, അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ സാധാരണ അറ്റോമിക് ഓർബിറ്റൽസ് ബോണ്ടിങ്ങിന്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത് എങ്കിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടാകും. അതേസമയം ഇവിടെയും ഹൈബ്രിഡ് ഓർബിറ്റൽസും ഓവർലാപ്പ് ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാകും. പക്ഷെ സാധാരണ അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടായിരിക്കും ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുക. ഓക്കെ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്ന ബോണ്ട് സാധാരണ ഓർഡിനറി അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടാക്കുന്ന ബോണ്ടിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, hybrid orbitals can form more effective or strong bond than ordinary atomic orbitals. Okay, ordinary atomic orbitals. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. 4 ഈ ഒന്നുകൂടി ഞാൻ നേരത്തെ ഹൈബ്രിഡൈസേഷൻ കാണിക്കുമ്പോൾ ഹൈഡ്രജന്റെ 2s, ഹൈഡ്രജന്റെ അല്ല കാർബണിന്റെ 2s 2px 2py 2pz ഇതാണ് കാണിച്ചത് അല്ലെ? അതിൽ 2s ഹാഫ് ഫീൽഡ് ആണ്, 2px 2py എല്ലാം ഹാഫ് ഫീൽഡ് ആണ്. പക്ഷേ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നവര് ഹാഫ് ഫീൽഡ് ആണോ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അങ്ങനെയില്ല കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് പറഞ്ഞതാണ്. ഹാഫ് ഫീൽഡ് അല്ലാതെ ഫുൾ ഫീൽഡ് ആയതും ഓവർലാപ്പിംഗിൽ മിക്സിംഗിൽ പങ്കെടുക്കാറുണ്ട്. ഫുൾ ഫീൽഡ് ആയത് മിക്സിംഗിൽ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, ഇവിടെ ഹാഫ് ഫീൽഡ് ആയതാണ് പങ്കെടുത്തത്. അല്ലടോ, ഇവിടെ ഹാഫ് ഫീൽഡ് ആയതാണ് പങ്കെടുത്തത്. അപ്പൊ അതുമായിട്ട് ആര് ഓവർലാപ്പ് ചെയ്യും? ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ വേറൊരു ആറ്റത്തിന്റെ ഓർബിറ്റൽ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും.
ഇത് മിക്സ് ചെയ്തിട്ട് 4 പുതിയ ഓർബിറ്റൽ ഉണ്ടായല്ലോ, 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായല്ലോ. ആ ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് നമ്മുടെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യും. ചിലതിന്റെ കേസിൽ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഇന്റർ മിക്സിംഗിൽ ഏർപ്പെടും. ഫുൾഫിൽഡ് ആയത് മിക്സിംഗിൽ ഏർപ്പെട്ടിട്ട് പുതിയ ഓർബിറ്റൽ ഉണ്ടാവും. ആ ഓർബിറ്റൽ പക്ഷെ ഓവർലാപ്പിംഗിൽ ഏർപ്പെടില്ല. കാരണം എന്താ? ഒരു ഓർബിറ്റൽ പരമാവധി 2 എണ്ണേ പിടിക്കത്തുള്ളൂ. ഇനിയോ എം ടി ആയിട്ടുള്ള ഓർബിറ്റൽസും മിക്സിംഗിൽ പങ്കെടുക്കാറുണ്ട്. ഓവർലാപ്പിംഗ് അല്ല, മിക്സിംഗിൽ പങ്കെടുക്കാറുണ്ട്. എം ടി ആയിട്ടുള്ള ഓർബിറ്റൽസും മിക്സിംഗിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. അത് എം ടി ആയിരിക്കും. അയാൾക്ക് അവിടെ എന്തായിരിക്കും റോള് എന്നറിയോ? അയാളിലേക്ക് വേറൊരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും. ഫുൾഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫുൾഫിൽഡ് ആയിരിക്കും. അതിലേക്ക് ആരും വന്നിട്ട് ഓവർലാപ്പ് ചെയ്യില്ല. ഓക്കെ. അതേസമയം ഹാഫ് ഫിൽഡ് ആയതാണ് മിക്സിംഗിൽ ഏർപ്പെട്ടത് എങ്കിൽ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വേറൊന്നിന്റെ ഓർബിറ്റൽ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും. അതേപോലെ എം ടി ആയിട്ടുള്ള ഓർബിറ്റലും ഇന്റർ മിക്സിംഗിൽ ഏർപ്പെടും. അപ്പൊ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ എം ടി ആയിരിക്കും. അയാൾക്ക് അവിടെ എന്താ ഡ്യൂട്ടി? ഇതാണ് എം ടി എന്ന് വിചാരിക്കും. എം ടി ആയിട്ടുള്ള ഓർബിറ്റൽ, ഹൈബ്രിഡ് ഓർബിറ്റൽ, അയാളിലേക്ക് വേറൊരാൾ ഓവർലാപ്പിംഗ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അയാളിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന ബോണ്ട് എന്തായിരിക്കും? അപ്പോൾ കോർഡിനേറ്റ് ബോണ്ട്. കാരണം ഷെയറിങ്ങിന് ആവശ്യമായ 2 ഒരാൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത്രേ. ഓക്കെ. അപ്പോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് ഓക്കെ ഫുൾഫിൽഡ്, ഹാഫ് ഫിൽഡ്, ഫുൾഫിൽഡ് and empty orbitals can take part in hybridization, undergo hybridization. Okay, so these are the important characteristics of hybridization. ഓക്കെ. അപ്പൊ എന്തിനാണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷന്റെ സാലിയന്റ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ പറയും. പ്രധാനപ്പെട്ട ടൈപ്പിലുള്ള ഹൈബ്രിഡൈസേഷൻ. ഓക്കെ. ഇപ്പോൾ കുറച്ചൊന്ന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ. ഓരോന്നും എന്താണ്, അതിൽ ഓരോന്നിനും 1-2 എക്സാമ്പിളുകൾ. ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.